കാലിൽ ഏറുകൊണ്ട് കാലിൽ നിന്ന് രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി. അങ്ങനെ 2-3 മൈലുകൾ ഏറുകൊണ്ട് ഓടി. ദൂരത്തിന്റെ എണ്ണമറിയണം. തായിഫെന്ന് കേൾക്കുമ്പോ ഓർത്തുപോകും, ഒരുപക്ഷേ ഒരു 10 വാരം ഓടിയിട്ടുണ്ടാകുമെന്ന്. 3 മൈലോളം ഏറുകൊണ്ട് ഓടി. 3 മൈല് ഒരാളെ എറിഞ്ഞോടിക്കുന്ന രംഗം. 3 മൈല് ഏറുകൊണ്ട് ഓടുകയാണ് അല്ലാഹുവിന്റെ റസൂൽ. സയ്യിദ് റളിയല്ലാഹു അൻഹു താങ്ങിക്കൊണ്ട് കൂടെ ഓടി. 3 മൈല് ഓടുമ്പോ തളർന്നു വീണു. തളർന്നു വീണ സമയത്ത് എഴുന്നേറ്റ് വീണ്ടും ഓടി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഇപ്പോൾ നബിയുടെ കാൽപ്പാടുകളെ പിൻപറ്റുന്നില്ലേ? എഴുന്നേറ്റ് വീണ്ടും ഓടുമ്പോ, അധിക്ഷേപം തുടരുമ്പോ ബോധം കെട്ട് വീണുപോയി. ബോധം കെട്ട നേരത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹു ചുമലിലേറ്റി. നുബുവത്തിന്റെ ഭാരത്തെ ചുമലിലേറ്റാൻ ലോകത്ത് 3 ആളുകൾക്കേ ഭാഗ്യമുണ്ടായിട്ടുള്ളൂ. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് ഹിജ്റ പോകുമ്പോ, 2 തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് ഉഹുദിന്റെ പരീക്ഷണവേളയിൽ. 3ാമത്തെ ഭാഗ്യമിതാ സയ്യിദിനാണ്. തായിഫിന്റെ തെരുവിലൂടെ തോളിലേറ്റി. ഉഹുദിൽ തോളിലേറ്റിയത് തൽഹത്താണ്. നോക്കണം, തോളിലേക്ക് തൽഹ അങ്ങ് എടുത്തു വെക്കുമ്പോ നബി പറയുകയാണ്, ജിബ്രീൽ നിങ്ങൾക്ക് സലാം പറയുന്നു എന്റെ പ്രിയപ്പെട്ട തൽഹ. തൽഹ ആ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട്, സ്വർഗം കൊണ്ട് സന്തോഷവൃത്താന്തം അറിയിക്കപ്പെട്ട 10 പേരിൽ ഇടം നേടി. തൽഹത്തും വസുബൈറുൻ സഅദും വസഈദുൻ. പരിശുദ്ധ നബിയുടെ പരിശുദ്ധ ദേഹം ചുമലിലേറ്റി സയ്യിദ് റളിയല്ലാഹു അൻഹു നടന്നു പോകുകയാണ്. മക്കയിലെ നേതാവായ റബീഅയുടെ മക്കളായ ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും ഏറ്റവും വലിയ എതിർപ്പും ശത്രുതയും കാണിച്ച അവരുടെ തോട്ടത്തിലെത്തി. അവിടെ തന്നെ ഇരുന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹു കാലിലെ മുറിവ്